നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ തങ്ങളുടെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന തമിർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലാണ് ഈ മിസൈലുകൾ നിർമ്മിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കുക മാത്രമല്ല, യുദ്ധകാല അന്തരീക്ഷത്തിൽ തമിർ മിസൈലുകൾക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക കൂടിയാണ് ഈ തീരുമാനം ലക്ഷ്യമിടുന്നത്. അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്ന ഇസ്രയേലി കമ്പനിയായ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിൽ തമിർ മിസൈൽ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും തമിർ മിസൈലുകളുടെ വേഗത്തിലുള്ള ഉൽപാദനം ഇത് അനുവദിക്കും. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ അയൺ ഡോമിന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഇത് ഇന്ത്യയെ മാറ്റിയേക്കാം. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ത്യയിൽ തമിർ മിസൈലുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്? യുദ്ധസമയത്ത് ഇസ്രയേലിന് ധാരാളം തമിർ മിസൈലുകൾ ആവശ്യമാണ്. കുറഞ്ഞ ഉൽപാദന ശേഷി കാരണം ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിൽ അവർ വെല്ലുവിളികൾ നേരിടുന്നു. കൂടാതെ ശത്രു മിസൈലുകൾ ഈ മിസൈലുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളെയും ആക്രമിച്ചേക്കാം. അതിനാൽ തുടർച്ചയായ വിതരണ ശൃംഖല ഉറപ്പാക്കാൻ രാജ്യത്തിന് പുറത്ത് ഒരു ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നു. അമേരിക്കയുമായുള്ള സഹകരണത്തിലൂടെ ഇസ്രയേൽ ഇതിനോടകം തന്നെ അതിർത്തികൾക്ക് പുറത്ത് തമിർ ഉൽപാദനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. റാഫേലും റേത്തിയോണും തമ്മിലുള്ള ഒരു സംയുക്ത സംരംഭം റേത്തിയോൺ റാഫേൽ ഏരിയ പ്രൊട്ടക്ടർ സിസ്റ്റംസ് എന്നീ അറിയപ്പെടുന്നുണ്ട്. ഇത് അമേരിക്കയിൽ മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുകയും അയൺ ഡോമിന്റെ നിർമ്മാണത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ കമ്പനികളുമായി സമാനമായ കരാറുകൾ ഇപ്പോൾ സാധ്യതയാണ്. ഇത് നിസ്സംശയമായും ഇന്ത്യക്ക് ഒരു സാങ്കേതിക നേട്ടം നൽകും. ഇന്ത്യയിൽ തമിർ മിസൈലുകളുടെ നിർമ്മാണ ചെലവും കുറയും. തമിർ മിസൈൽ വില കുറഞ്ഞതാണെങ്കിലും ഇന്ത്യയിൽ വൻതോതിൽ ഉൽപാദനം നടത്തുന്നത് ചെലവ് ഇനിയും കുറയും. ഇസ്രായേലിന് ധാരാളം തമിർ മിസൈലുകൾ ആവശ്യമാണ്. അതിനാൽ ഇന്ത്യയിൽ അവ നിർമ്മിക്കുന്നത് ചെലവ് കൂടുതൽ കുറയും. ഇസ്രായേൽ ഇന്ത്യയിൽ വിവിധതരം ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ആഗോള നിലവാരത്തിന്റെ കാര്യത്തിൽ നിരവധി ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾ നിരവധി വിദേശ കമ്പനികളെ മറികടന്നു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ കമ്പനികൾക്കും വളർന്നുവരുന്ന നിരവധി സ്വകാര്യ പ്രതിരോധ നിർമ്മാതാക്കൾക്കും ഇപ്പോൾ നൂതന മിസൈൽ നിർമ്മാണ പദ്ധതികളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന കഴിവുകളുണ്ട്. ഇത് ഇന്ത്യയെ ശക്തമായ ഒരു കയറ്റുമതിക്കാരനായി ഉയർന്നു വരാൻ സഹായിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച ഇസ്രയേലി മിസൈലുകൾ വിൽക്കാൻ എളുപ്പമുള്ള ഒന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിസൈലുകൾ വിൽക്കുന്നതും ഇസ്രായേലിന് എളുപ്പമാകും. യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് റോക്കറ്റുകൾ, ഡ്രോണുകൾ, അലഞ്ഞുതിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ എന്നിവ നിർവീര്യമാക്കാൻ കഴിവുള്ള ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള ആവശ്യം കുത്തനെ വർദ്ധിച്ചു. വൻതോതിലുള്ള ആക്രമണത്തെയോ സാച്ചുറൈസേഷൻ ആക്രമണത്തെയോ നേരിടാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിന് പല രാജ്യങ്ങളും താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമായ സംവിധാനങ്ങൾ തേടുന്നിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് പുതിയ താരിഫ് നയം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ട്രംപ് എന്നുള്ളൊരു അമേരിക്കയിൽ നിന്നുള്ള തിരിച്ചടിയുടെ വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് ഇസ്രായേൽ നമ്മളെ സഹായിക്കുമ്പോൾ അമേരിക്ക ഇന്ത്യക്കാർക്ക് വലിയ ഒരു അടി തന്നെയാണ് തന്നിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന വാർത്ത കൂടിയാണ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത്. രാജ്യത്തിനകത്ത് മരുന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മാറ്റം അമേരിക്കയിലേക്കുള്ള മരുന്ന് കയറ്റുമതിയിൽ മുൻപന്തിയിലുള്ള ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം അനുസരിച്ച് 2026 ഓഗസ്റ്റ് 1 മുതൽ 2 വർഷത്തേക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് സീറോ താരിഫ് ആയിരിക്കും. എന്നാൽ 2 വർഷത്തെ ഈ സാവകാശത്തിന് ശേഷം, അതായത് 2028 ഓഗസ്റ്റ് മുതൽ നികുതി 100% വർദ്ധിപ്പിക്കും. തുടർന്ന് 2029 ഈ നികുതി 200% കുതിച്ചുയരും. പേറ്റന്റ് ഉള്ളതും ബ്രാൻഡഡ് ആയതുമായ മരുന്നുകളുടെ നിലവിലെ നയങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ കൂടുതൽ ഈ ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റുകളും ഉൽപാദന കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ കമ്പനികളെ നിർബന്ധരാക്കുക എന്നതാണ് ഈ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അമേരിക്കയിൽ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ തയ്യാറാകാത്ത കമ്പനികൾക്ക് മേൽ വലിയ പിഴ ചുമത്തുന്നതിന് തുല്യമായാണ് ഈ നികുതി വർധനവിനെ ഭരണകൂടം വിലയിരുത്തുന്നത്. വിദേശ നിർമ്മാണത്തെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ട്രംപ്
ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യൻ കയറ്റുമതിയെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നോക്കാം. ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ് അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ജനറിക് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. ഒരു വർഷം ഏകദേശം 9.7 മുതൽ 10 ബില്യൺ ഡോളർ വരെയുള്ള ഫാർമ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. മൊത്തം ഇന്ത്യൻ ഫാർമ കയറ്റുമതിയുടെ വലിയൊരു പങ്കാണ് ഇത്. രക്താതിമർദ്ദം, പ്രമേഹം, അർബുദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഇന്ത്യയുടെ കുറഞ്ഞ ചിലവിലുള്ള ജനറിക് മരുന്നുകളാണ് അമേരിക്കയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. പുതിയ താരിഫ് നയം സൺ ഫാർമ, അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ലൂപ്പിൻ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ കമ്പനികളുടെ കയറ്റുമതിയെ സാരമായി ഇത് ബാധിച്ചേക്കാം. 2028 വരെ നികുതി ഒഴിവാക്കിയിട്ടുള്ളതിനാൽ ഇന്ത്യൻ ഫാർമസി വ്യവസായത്തിന് ഇത് നിലവിൽ താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട്. ഈ 2 വർഷം കൊണ്ട് ഉൽപാദന തന്ത്രങ്ങൾ മാറ്റിയെഴുതാനും പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താനും കമ്പനികൾക്ക് സമയം ലഭിക്കും. എങ്കിലും ഭാവിയിൽ നേരിടേണ്ടി വരുന്ന 200% നികുതി ഇന്ത്യ കമ്പനികളുടെ ലാഭക്ഷമതയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നതാണ് എന്നും വ്യക്തമാകുന്നുണ്ട്.